ഹലോ, എല്ലാവർക്കും നമസ്കാരം, വണക്കം, വെൽക്കം ബാക്ക് ടു OYOC. നമ്മുടെ ലിസ്റ്റിലേ ഇല്ലാത്ത ഒരു സാധനമാണ് ഈ ടൈം. എല്ലാവർക്കും നമസ്കാരം. ദിയാകൃഷ്ണ സത്യം പറയാലോ, പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്, വെറും പുച്ഛം. സ്വന്തം ഭർത്താവിന്റെ അവരുടെ ഫാമിലിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നിലവാരമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആ സഹായിച്ചതിന് ഒരർത്ഥമില്ലാതെ ആയിപ്പോയി ദിയാകൃഷ്ണ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഇടം കൈ ചെയ്യുന്നത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചൊല്ലില്ലേ, അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ അപ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇട്ട് സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അത് അവർ കണ്ടന്റ് ബേസിൽ അത് ചെയ്യുന്നു, അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ട്, വീണ്ടും ചെയ്യുന്നു, അങ്ങനെ അതൊരു സഹായം ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ നമ്മൾ ഒരു ചാരിറ്റി ചെയ്യുന്ന 10 ആളെ കാണിക്കുന്നത് പോലെയല്ല, സ്വന്തം ഭർത്താവിന്റെ കുടുംബത്തിനെ സഹായിച്ചിട്ട് വിളിച്ചു പറയുന്നത് നാട്ടുകാരോട്. ഓക്കെ, കാര്യം പിടിയിട്ട് കാണില്ല. വളരെയധികം മോശമായി പോയി ദിയാകൃഷ്ണ. ഇതിന് അപ്പുറം ഇനി അശ്വിൻ, അവൻ വെറും വാഴപ്പിണ്ടി ആയി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ അവസ്ഥ. ഇപ്പൊ അശ്വിന്റെ ഫാമിലിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ദിയാകൃഷ്ണ പൈസ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എപ്പോ വിളിച്ചു പറഞ്ഞു, നാട്ടുകാരോട് എപ്പോഴാണ് അത് വിളിച്ച് ഓപ്പൺ ആയിട്ട് ദിയാകൃഷ്ണ പറഞ്ഞു, അപ്പൊ തീർന്നു, അവിടെ സ്റ്റോപ്പ്, ദ എൻഡ്. എനിക്കൊന്നും പറയാനില്ല. വെറും പുച്ഛം. ഈ പണമുണ്ട്, അധികാരമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റേ രാജകുടുംബമാണെന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പോൾ ഇതിന്റെ പേരിൽ ഞാനിത് ചെയ്യുമ്പോൾ മിക്കവാറും പോലീസുകാരെല്ലാം കൂടി ഇങ്ങോട്ട് എൻ്റെ നെഞ്ചത്തോട്ട് പറഞ്ഞു വിട്ടോ, എനിക്കൊന്നുമില്ല. അതിനുശേഷം വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചാലോ, അതിനുശേഷം ഞാനൊരു വരവ് വരും, ഞാൻ വീണ്ടും തുറന്നു പറയും. ഞാനല്ലാണ്ട് പേടിച്ചിരിക്കത്തൊന്നുമില്ല, അത് വേറെ കാര്യം. ഓക്കെ, എന്തായാലും എനിക്ക് വെറും പുച്ഛമാണെന്ന് തോന്നുന്നു, വെറും പുച്ഛം ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത്. എന്തായാലും ഞാനൊന്ന് വായിക്കാം. അതായത് കൗമുദിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, കൗമുദിയിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു, 13 മെയ്ക്ക് വന്ന പോസ്റ്റാണ്. അമ്മ എന്ന സ്ഥാനം ഒരാൾക്ക് മാത്രം, വഴിയിൽ കാണുന്നവരെയോ മറ്റുള്ളവരെയോ ഒക്കെ അച്ഛ അമ്മ എന്ന് വിളിക്കാനാവില്ല. ദിയാകൃഷ്ണ, അത് നിന്റെ ഇഷ്ടം. പക്ഷെ സ്വന്തം അമ്മായിയമ്മയെ വഴിയിൽ കണ്ടവരെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ നിലവാരം അവിടെ പോയി. അടുത്ത് കാവിലമ്മയാണോ, അതും പോയി. ഇനി നിന്റെ കൊച്ചിന്റെ കേസിൽ കൊച്ചു വളർന്നു വരുമ്പോൾ ആ കൊച്ചിനെ കൊണ്ട് ഞാൻ അമ്മ എന്ന് വിളിപ്പിക്കില്ല, എന്നെ മാത്രം അമ്മ എന്ന് വിളിപ്പിക്കും എന്ന് പറയുമ്പോഴേ നിന്റെ അവിടെ നിലവാരം എല്ലാം പോയി. ഓൾറെഡി പോയി കിടക്കുന്ന സമയത്ത് നീ ഈ പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. അഹങ്കാരമല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തോ വലിയ സംഭവമാണ്, നമ്മളതിൽ കുറെ പൈസയുണ്ട്, കുറെ സൗന്ദര്യമുണ്ട്, നമ്മൾ കുടുംബത്തോടെ വലിയ മറ്റേ രാജകുടുംബമാണ് എന്നൊക്കെയുള്ള ചിന്തയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഓക്കെ, അതാണ് നിങ്ങളുടെ പ്രശ്നം, അത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം, അഹങ്കാരം. അതിനപ്പുറം അതിൽ കവിഞ്ഞ ഒന്നുമില്ല. ഞാൻ സ്റ്റോറി ദിയ അടിച്ചു വെച്ചത് ഞാൻ ഒന്ന് വായിക്കാം. നോ മാറ്റർ വാട്ട് ഐ വിൽ ഫോർ അവർ സ്റ്റിക്ക് ഓൺ ടു മൈ ഒപ്പീനിയൻസ് ബിക്കോസ് ഐ ഹാവ് എ spite. Few reaction video against me won't make me change my life decision. The ones who truly love me knows who I am and how I am to everyone. Respect doesn't come from what we call or address anyone. It will come from what we do for them. Ashwin as well as his parents know how well I treat them and how much I have done for their family business. തീർന്നു ആ ലാസ്റ്റ് സെന്റൻസ്. അശ്വിൻ ആസ് വെൽ ആസ് ഹിസ് പാരന്റ്സ് നോ ഹൗ വെൽ ഐ ട്രീറ്റ് ദം. അതായത് അശ്വിന്റെ പാരന്റ്സിനും ഒക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ആൻഡ് ഹൗ മച്ച് എത്ര ഐ ഹാവ് ഡൺ ഫോർ ദെയർ ഫാമിലി ബിസിനസ്. എത്ര രൂപ ഞാൻ അവരുടെ ഫാമിലി ബിസിനസ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അശ്വിന്റെ കുടുംബത്തിനും അറിയാം. അവിടെ തീർന്നു ദിയ. നിന്റെ കുടുംബത്തിന്റെ അകത്തിരുന്ന് വേണമെങ്കിൽ നീ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാലും ഞാൻ നിലവാരമില്ലെന്നേ പറയത്തുള്ളൂ. പിന്നെ ഓക്കെ, നീ പറഞ്ഞോ, അത് നിന്റെ കുടുംബത്തിന്റെ അകത്ത് കിടക്കുന്ന കാര്യമാണ്, അതിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഈ അശ്വിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നീ എത്രത്തോളം പണം ചിലവാക്കിയെന്ന് നീ ഈ വിളിച്ച് പറഞ്ഞില്ലേ, കഥം അവിടെ തീർന്നു തീയ. അവിടെ നീ ഒന്നും അല്ലാണ്ടായി. ഏതെങ്കിലും മരുമക്കൾ ഇങ്ങനെ ചെയ്യൂ? എനിക്കറിയത്തില്ല, നിങ്ങൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിച്ചിട്ട് നിങ്ങൾക്ക് വിവരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് കയറിയിട്ടില്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കില്ലേ? നിങ്ങളെക്കാളും പണമുള്ളവരെ മാത്രം നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ മതിയോ? ആ ഒരു സെറ്റപ്പിലാണോ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നു. ഞാൻ ഇടയ്ക്കൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നരേന്ദ്രമോദിജിയുടെ അടുത്ത് പോയ സമയത്ത് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്നുള്ള രീതിയിൽ
ഈ പറയുന്ന നിന്റെ കൊച്ച് മോദിയുടെ കയ്യിലിരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ എന്നുള്ള രീതിയിൽ നീ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് വകയിലാണ് നിനക്ക് അപ്പൂപ്പനായത്? വഴിയിൽ കൂടി പോകുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നീ അമ്മ എന്ന് വിളിക്കത്തില്ല, ഒന്നും വിളിക്കത്തില്ല. ആ സ്ഥിതിക്ക് ഏത് വകയിലാണ് മോദിജി നിന്റെ അപ്പൂപ്പനായത്? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ പ്രശസ്തിയും പണവും അധികാരവും ഒക്കെ ഉള്ളവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും വലിയവരും ഒക്കെയാണ്. അവർ ചിലപ്പോൾ അച്ഛാന്നും അമ്മാന്നും അപ്പൂപ്പാന്നും ഒക്കെ വിളിക്കാം. പക്ഷേ സ്വന്തം ഭർത്താവിൻ്റെ ഫാമിലിക്ക് നിന്റെ അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റാറ്റസും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം നീ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞത്. എന്നാലും പണ്ട് മീനമ്മ മീനമ്മ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന നീ കല്യാണം കഴിഞ്ഞപ്പോൾ നേരെ അശ്വിൻ്റെ അമ്മയായി മാറി. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് അവിടെ തന്നെ എക്സ്പോസ് ആകുകയാണ്. ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു ഉരുട്ട് പരിപാടിയല്ല. പിന്നെ അശ്വിൻ, സത്യം പറയാമല്ലോ, എടാ എന്തുവാടാ നീ? ആണുങ്ങൾക്കൊരു അപമാനമായി മാറരുത്. സീരിയസ്ലി, നീ ഇനിയിപ്പോൾ അവളെ അധികാരത്തിൽ പിടിച്ചു നിർത്തി അവളെ ഭാര്യയായിട്ട് പിടിച്ച് അടിമത്തത്തിൽ നിർത്തണമെന്നൊന്നുമല്ല. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരക്ഷരം പോലും മിണ്ടാണ്ട് ഒരു പ്രതികരണം പോലും ഇല്ലാണ്ട് വീണ്ടും ഡാൻസും കളിച്ച് അവളെ കൂടെ തുള്ളി നടക്കുന്ന നീ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ലൈഫിലെങ്കിലും ഒന്ന് സംസാരിക്കണം കേട്ടോ. നിന്റെ കുടുംബത്തിന് പണം തന്ന് സഹായിച്ചത് അടക്കം വിളിച്ച് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നീ നിന്റെ പേഴ്സണൽ ലൈഫിലെങ്കിലും അവളോട് 2 വാക്ക് പറയണം. അല്ലെങ്കിൽ നീ വെറും മൊണ്ണയായിപ്പോ. വെറും മൊണ്ണ, ഞാനുള്ള കാര്യമാണ് പറയുന്നത്. വെറും മൊണ്ണയായിപ്പോ. നിന്റെ കുടുംബത്തിന് നിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പൈസ തന്ന് സഹായിച്ചത് അടക്കം അവൾ പബ്ലിക്കിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന്. നിനക്ക് ഇനിയെങ്കിലും കുറച്ച് എളുപ്പമുണ്ടെങ്കിൽ എത്ര രൂപയാണ് സഹായിച്ചത് തിരിച്ചെടുത്തെറിഞ്ഞോട്. അന്തസ്സുണ്ട്, ഉള്ള കാര്യമാണ് പറയുന്നത്. ഇത് എപ്പോൾ വിളിച്ച് പറഞ്ഞാൽ അവിടെ തീർന്നതാ. അപ്പം അവളുടെ കണ്ണിൽ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ ഇപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയെ വരെ സഹായിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. ഫിനാൻഷ്യൽ നല്ല പൈസ ഉണ്ട്, അതിൻ്റെ ഒരു ഉന്തളിപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ KK ഫാമിലി, കുഴികുത്തി കഞ്ഞി പിടിച്ച കുടുംബം, അധികാരം, രാജഭരണം, ഈ ഒരു മെന്റാലിറ്റിയിൽ എത്രത്തോളം വരെ മൈൻഡ് നിൽക്കുന്നു അത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീരിയസ്ലി, അയ്യോ ഒന്നും പറയാനില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി വായിക്കാം. അശ്വിൻ as well as his parents know how well I treat them and how much I have done for their family business. കഥം, ഒന്നും പറയാനില്ല അശ്വിനെ. ഇനിയെങ്കിലും നീ ഓൺലൈനിൽ ഒന്ന് പ്രതികരിച്ച് അവക്കെതിരെ സംസാരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ സംസാരിച്ചാൽ വീട്ടിൽ തന്നെ എന്നേ പറയത്തുള്ളൂ. കാരണം നിങ്ങളുടെ കുടുംബം അടിയും വഴക്കും എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു എന്നുള്ള സത്യത്തിലോട്ട് പോകും. പക്ഷെ അറ്റ്ലീസ്റ്റ് നീ ചോദിക്കണം, എന്തിനാ നീ ഇങ്ങനെ ഒരു സാധനം എടുത്ത് ടൈപ്പ് ചെയ്തിട്ടെന്നെങ്കിലും ഒരാണെന്ന നിലയിൽ നീ ചോദിക്കണം. നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ചോദിക്കണം. അത് മോശമായില്ല. അല്ലെങ്കിൽ അതും കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന പുതിയ ഡാൻസ് കളിക്കുന്ന റീൽസ് ഇത് നല്ലതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ നീ. ഓക്കെ, ഇനി അടുത്ത് വേറെ ഒരു പോസ്റ്റ് ഉണ്ട്, കാണിക്കാം. എന്താ എവിടെയാ അത്? ഓക്കെ, ഒരു മെസ്സേജ് ആണെന്ന് തോന്നുന്നു. Hi, I have been following and respecting your content and I want to that I don't have a problem with your personal choice about what you call your mother-in-law or other involved in your life. That's completely up to you. However, I felt quite hurt by your statement that everyone has dad and mom in their house. Those who don't have, then they can call something like that, even if that was intended to be something witty or whatever. It didn't come across that way to me. It sounded very sensitive and overlooked the deep grief and complexity that comes with such a loss. I wanted to share my perspective, hoping you might understand how those words impact people in similar situation. എന്തുവാടേ ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ അടിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ ചാറ്റ് ചെയ്താൽ? ഐ ആം എക്സ്ട്രീംലി സോറി ഇഫ് that hurt anyone. Wasn't my intention. I guess a statement I tried to say out loud to feed negative comments ended up as a huge miscommunication on my vlog. I would like to apologize publicly if I hurt anyone's feeling regarding this issue that a follower of mine has stated. I didn't think much before saying that. Some of my Instagram and YouTube family genuinely messaged me this same thing with love, and I guess I should address this issue and take responsibility of my words. Sorry if I hurt anyone or spread any wrong information to the younger generation watching my video. That really wasn't my intention. Have a positive day family എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരു സോറി അപ്പോളജീസ് ഒക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ. പക്ഷേ ലാസ്റ്റ് ആദ്യത്തെ പോസ്റ്റ് കൊടുത്തില്ലേ, അശ്വിൻ്റെ ഫാമിലിയെ ഞാൻ സഹായിച്ചെന്ന്.
എന്തിന് തീയ? ഈ നമ്മളൊരാളെ സഹായിക്കുന്നതൊക്കെ അതും നിങ്ങളുടെ കുടുംബത്തിൽ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കുറച്ച് പൈസ കൊടുത്തത് എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരടുത്ത് വിളിച്ചു പറഞ്ഞത്? നീ ഇപ്പൊ ബാക്കി സ്റ്റേറ്റ്മെന്റിന് അമ്മ ആന്റി ആ സ്റ്റേറ്റ്മെന്റിനെല്ലാം നീ അപ്പോളജീസ് പറഞ്ഞു. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നിന്റെ ബിസിനസിനെ ബാധിച്ചു. നിന്റെ ബിസിനസ്സിന് നീ മറ്റേ ഓർണമെന്റ്സിന്റെ വീഡിയോ ഇടുമ്പോൾ അതിന്റെ താഴെ അടക്കം നിനക്ക് നെഗറ്റീവ് വന്ന് അതിനടക്കം ബാധിച്ചു. അതുകൊണ്ട് നീ നൈസായിട്ട് അപ്പോളജീസ് പറഞ്ഞു. അല്ലെങ്കിൽ നിനക്കറിയാം ബിസിനസ്സിന് നല്ലപോലെ ബാധിക്കും, മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയാവും എന്നുള്ള കാര്യം നിനക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ ഒരു സാധനം ഇറക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നീ നിന്റെ ഭർത്താവിന്റെ കുടുംബത്തിനെ സഹായിച്ച നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ തനി ഗുണം എക്സ്പോസ് ആയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ്, ഏത് രീതിയിലാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ കാണുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ഡമ്മി ആയിട്ട് ഒരുത്തനെ കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനും കണം തുള്ളുന്ന ഒരു കീ കൊടുത്ത് വിട്ട പാവ പോലെയാണ് എനിക്ക് അശ്വിനെ ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി ചുമ്മാ ഇവരൊക്കെ പറയുന്ന കേട്ട് ഡമ്മി കണക്കിന് നടന്ന് അങ്ങനെ നടക്കും. ഒരു പാവം, ഒരു അപ്പായി കേസാണ്. അവൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്, അവൻ്റെ അമ്മയായാലും അങ്ങനെ തന്നെയാണ്. സി എനിക്കറിയത്തില്ല ദിയ നീ എന്താണ് ഏതാണെന്ന് അറിയത്തില്ലെന്നല്ല, നിങ്ങളുടെയൊക്കെ ഒരു ചിന്താഗതി വെറും ഫ്ലോപ്പാണ് ഉള്ള കാര്യം പറയാമല്ലോ. ഇനി വേറെ ഇവനും കൂടി ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ട് അതിന് താഴെ ഒരു ചേച്ചി വന്നിട്ട് ഒരു കമന്റ് ഇട്ട്, ഏതാ അശ്വിന്റെ അമ്മയാണെന്ന് തോന്നും ദിയെ കണ്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി കമന്റ് ഇട്ട്. അതായത് അശ്വിനെക്കാളും പ്രായം കൂടുതൽ തോന്നുന്നുണ്ട് അശ്വിന്റെ അമ്മയെന്ന് തോന്നും. ഞാൻ ഇത്തരം കമന്റിനോടൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അതൊക്കെ എന്താ വളരെയധികം മോശമാണ്. ഈ ചേച്ചി എന്തായാലും അത് ഇട്ടത് ശരിയല്ല. ഗിവ് മീ യുവർ അഡ്രസ്, ഐ വിൽ കൊറിയർ എ നൈസ് ക്വാളിറ്റി മിറർ ഫോർ യു ടു ലുക്ക് ആറ്റ് എവറി മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം ചെയ്യാം, മിറർ എനിക്ക് കഴിക്കാം, വാച്ചിന് ഒരു മിററെങ്കിലും കിട്ടില്ല. ഓക്കെ, അങ്ങനെ ചേച്ചിക്ക് ഇട്ട് തിരിച്ച് ഊക്കിയിട്ടുണ്ട്. ഈ ചേച്ചി പറഞ്ഞ ഈ കമന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഒരാളെ നോക്കിയിട്ട് അവനെ കാണുമ്പോൾ പ്രായം കുറവ്, അവളെ കാണുമ്പോൾ അവൻ്റെ അമ്മയെ പോലെ തോന്നുന്നു, ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും അടിക്കാതിരിക്കുക. അത് മോശമാണ്. ഒരാൾ വിഴുന്ന് കിടക്കണം എന്ന് വെച്ചിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് വാരിയിട്ട് അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ദിയ നിന്റെ മൈൻഡ് സെറ്റ് ഒട്ടും ശരിയല്ല. ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല. ബിഗിൻ ഡിസ്ലൈക്ഡ് ബൈ പീപ്പിൾ വിത്ത് അഗ്ലി സ്പിരിറ്റ് ഈസ് ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി ഇന്നലത്തെ ഒരു സ്റ്റോറി ഞാൻ വായിക്കാം. വാട്ട് യു വാണ്ട് ടു സേ ടു പീപ്പിൾ ഹു ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ളോഗ്? സംടൈംസ് ഐ ഡു ചാരിറ്റീസ് ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫെല്ലോ യൂട്യൂബേഴ്സ്. അതായത് ഇന്നലെ പറഞ്ഞത് എൻ്റെ ഫെല്ലോ യൂട്യൂബേഴ്സിന് ഞാൻ ചാരിറ്റി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇതുപോലത്തെ കണ്ടന്റ് ഈ മദേഴ്സ് ഡേ വ്ളോഗിനെ പറ്റിയിട്ട് ആൾക്കാർ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അവൾ നേരെ കൊടുത്ത മറുപടി അതാണ്, എൻ്റെ ഫെല്ലോ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് കൊടുക്കുകയാണ്. ലെറ്റ് ദം മേക്ക് എ ലിറ്റിൽ മണി വിത്ത് മൈ ക്യൂട്ടി പിക്ചേഴ്സ് ആൻഡ് സ്റ്റോളൻ കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുത്തവളാണ് ഇന്ന് നേരെ ഉരുണ്ട് തിരിഞ്ഞ് സ്റ്റോറി ഇട്ട് മാപ്പ് പറഞ്ഞത്. ഏത് കണ്ടില്ല? ഐ ഗസ് എ സ്റ്റേറ്റ്മെന്റ് ഐ ട്രൈ ടു സേ ഔട്ട് ഡൗട്ട് ടു എ ഫ്യൂ നെഗറ്റീവ് കമന്റ്സ് ended up a huge miscommunication on my vlog. I would like to apologize publicly if I hurt anyone feeling regarding this issue that a follower of mine has stated. I didn't think much before saying that. Some of my Instagram and YouTube family genuinely messaged me this same thing with the love, and I guess I should address this issue and take responsibility of my words. Sorry if I hurt anyone or spreading any wrong information to the younger generation watching my video. That's really wasn't my intention. Have a positive day family എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ബിസിനസ്സിനെ ബാധിച്ചപ്പോൾ നൈസായിട്ട് മോൾ ഉൾട്ടടിച്ച് തിരിഞ്ഞതാണ്, വേറെ ഒരു തേങ്ങയുമില്ല. അതിരിക്കട്ടെ. ഇനി ഇവർ തമ്മിലുള്ള ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഇന്നലെ ഇട്ട് ഒരു 21 മണിക്കൂർ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, 3 പേരും കൂടി ഉള്ളതാണ്. ഞാൻ കൊച്ചിൻ്റെ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് താഴെ കമൻസ് ഉണ്ടോ? പോസിറ്റീവ് കമൻസ് മാത്രമേ ഉള്ളൂ. കമൻസ് ഓൺ ദിസ് പോസ്റ്റ് ഹാവ് ബീൻ ലിമിറ്റഡ്. അതായത് കമന്റ് ബോക്സ് ഓഫാ. കുറച്ച് പോസിറ്റീവ് കമന്റ്സ് അതിൽ അൻസുബിയുടെ ഉണ്ട്, അഹാനയുടെ ഉണ്ട്, ഇഷാനിയുടെ ഉണ്ട്, പിന്നെ കുറച്ച് ആൾക്കാർ ഈ കുറച്ച് വെരിഫൈഡും പിന്നെ കുറച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കമന്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മുക്കിയിട്ട് ഇത് ഓഫ് ചെയ്ത് വെച്ച്, അത് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച്. ദിയ ചെയ്യുന്നത് തെറ്റാണ്. പറയുന്ന വർത്തമാനങ്ങൾ, അഹങ്കാരത്തോട് പറയുന്ന ഈ വർത്തമാനങ്ങൾ നിർത്തുക. അറ്റ്ലീസ്റ്റ് നീ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും ഓരോ വീഡിയോസ് ഇടുമ്പോഴും ആരോടെങ്കിലും ഒരു അഭിപ്രായം എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഏറെക്കരപ്പാകും. എന്തായാലും നിന്റെ ഉള്ളിലാരും മൈൻഡ് സെറ്റ് നാട്ടുകാർക്ക് അത്യാവശ്യം ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാവും. ഭർത്താവിൻ്റെ വീട്ടുകാരെ സഹായിച്ചിട്ട് പൈസ കൊടുത്ത് സഹായിച്ചിരിക്കുന്നു, അതിനെ വിളിച്ചു പറഞ്ഞിട്ട് പറയാണ് അത് ഇവൾ ഉദ്ദേശിച്ച സാധനം ഇതാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ഞാൻ അമ്മയെന്ന് വിളിക്കില്ല, ഐ മീൻ വഴി പോകുന്നവർ അമ്മയെന്ന് വിളിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയും അതിനെ തുടർന്ന് എന്നാൽ ഇവള് പറഞ്ഞ് സ്ഥാപിക്കുന്ന സാധനം ഇതാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച സംഭവം അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ, ഞാൻ അവരെയൊക്കെ സഹായിക്കുന്നില്ലേ, പൈസ കൊടുത്ത് ഞാൻ സഹായിക്കുന്നില്ലേ, ഞാൻ എന്തും പറയും. കാരണം പൈസ കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തും പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ ഒരു സെറ്റപ്പാണ്. എനിക്കറിയില്ല ഇവളുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്ന്. ഭർത്താവിൻ്റെ വീട്ടുകാരെ ഞാൻ സഹായിക്കുന്നുണ്ട്, പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്, തീർന്ന് അവിടെ തന്നെ നീ കൊടുത്ത പൈസയ്ക്ക് ഒരു അർത്ഥമില്ലാതെ പോയിട്ടുണ്ട്.
ഞാൻ ഉറപ്പായിട്ട് പറയാം, അശ്വിൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചു കൊടുക്കണം. എത്ര എമൗണ്ട് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുക. അതൊരിക്കലും നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കേണ്ട പൈസ അല്ല, നിങ്ങൾക്ക് കടം ആയിട്ട് അല്ലാണ്ട് തന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുക എന്നേ പറയത്തുള്ളൂ ഞാൻ. കാരണം നിങ്ങളെ ആ രീതിയിലാണ് കണ്ടത്. ഞാനിപ്പോൾ ഒരാളെ ഒരു 5 ലക്ഷം രൂപ കൊടുത്തെന്ന് വെച്ചോ, ഞാൻ ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ തന്നെന്ന് വെച്ചോ, തന്നിട്ട് നാളെ മുതൽ എനിക്ക് നിങ്ങളെ പറ്റിയിട്ട് എന്ത് തന്തയില്ലായ്മയും പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോ? എനിക്ക് അങ്ങനെ ഉണ്ടോ? എന്തെനിക്ക് വായിത്ത നാളെ പടാ നേരെ എനിക്ക് പിടിച്ച് അടിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ നീയൊക്കെ നാളെ വന്ന് എൻ്റെ ഷൂ കഴുകി തടാന്ന് പറയേണ്ട റൈറ്റ്സ് എനിക്കുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഞാനോ പൈസ തന്നെങ്കിൽ പൈസ തന്ന് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ അടിമയല്ല കേട്ടാ. പക്ഷെ ഇവിടെ അശ്വിൻ്റെ ഫാമിലിക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്തും പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഈ സെറ്റപ്പാണ് നീ പിടിക്കുന്നത്. എനിക്കറിയില്ല. എന്തായാലും വല്ലാത്തൊരു മൈൻഡ് സെറ്റ് ആയിപ്പോയി കേട്ടോ, വല്ലാത്തൊരു മൈൻഡ് സെറ്റ് ആയിപ്പോയി. ഐ അപ്രിഷിയേറ്റ് യുവർ മൈൻഡ് സെറ്റ്. അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ഒരു രക്ഷയില്ലാത്ത മൈൻഡ് സെറ്റാണ്. കഷ്ടം. കെ ഫാമിലി എയറിൽ നിന്നും എയറിലേക്കാണ്. പണവും പദവിയും അല്ലെങ്കിൽ നിങ്ങളുടെ അതേ സെയിം സ്റ്റാറ്റസിൽ നിൽക്കുന്നവരെ ചിലപ്പോൾ അച്ചാന്നും അപ്പൂപ്പാന്നൊക്കെ വിളിക്കും. അല്ലാത്തവരെ ചിലപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല. അല്ലാത്തവർ സാധാരണക്കാർ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത നിങ്ങളെ സ്റ്റാറ്റസിനൊപ്പം നിൽക്കാത്തവരെ ചിലപ്പോൾ അമ്മ എന്നും ഒക്കെ വിളിക്കാൻ ചിലപ്പോൾ ഒരു വിമിഷ്ടം കാണും, സ്വാഭാവികം. പക്ഷേ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മീനമ്മ എന്ന് വിളിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ മാറിയെന്നേ ഉള്ളൂ. പിന്നെ മാറി മീനമ്മ മാറി അശ്വിൻ്റെ അമ്മയായി. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്താണ് നിങ്ങൾ അശ്വിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത്? അപ്പോഴാണ് എക്സ്പ്ലനേഷൻ കൊടുത്തത്. വഴിയെ പോകുന്നവരെന്ന് എനിക്ക് കയറി അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്നിട്ടിപ്പോൾ ബിസിനസ്സിനെ ബാധിച്ചപ്പോൾ നൈസായിട്ടൊരു അപ്പോളജീസ് എടുത്തങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പൈസയും കൊടുത്തിട്ടുണ്ടെന്ന്, സഹായിച്ചിട്ടുണ്ടെന്ന് ഫിനാൻഷ്യലി. ഒന്നും പണയാനില്ല. കഷ്ടം, പരമ കഷ്ടം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്. ബൈ.